വേണുഗോപാലിന് ഇതിന്റെ ഒരു ആവശ്യമുണ്ട്. അദ്ദേഹം ഞാൻ നോക്കിയെടുത്തോളം അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് കേരളത്തിലൊരു മുഖ്യമന്ത്രി ആവുന്നതിനേക്കാൾ പദവിയും അല്ലെങ്കിൽ പേരും പെരുമയും കേന്ദ്രത്തിൽ ഇപ്പൊ നിലവിലുണ്ട്. അത് കളഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ ആരെ കാണാന്, എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയാ? ഇതിനേക്കാൾ വില എന്നല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള വില എന്തോ? ഈ മുഖ്യമന്ത്രി ആവുന്ന വലിയ വിലയാണ്? ഒരു വിലയല്ല. നമ്മൾ സാധാരണക്കാർക്കെല്ലാം മനസ്സിലായി. മന്ത്രി ഗന്ത്രി എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല, ഒരു വിലയില്ല. അവർ കുറെ പോലീസുകാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവന്ന് അവരെ ദ്രോഹിക്കാൻ മറ്റുള്ളവരെ. അതേ നടക്കുന്നത്, അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഒരു അപേക്ഷയുണ്ട്. നിങ്ങളെ വന്നാലും കോൺഗ്രസ്സുകാര് പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ഒപ്പമാണെന്നും അവരുടെ കൂടെ ആണ് എന്നൊക്കെ പറഞ്ഞ് വോട്ടൊക്കെ നേടിയിട്ടുണ്ട് അല്ലേ? വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിനി മന്ത്രിസഭയിൽ ആര് വന്നാലും ആര് മുഖ്യമന്ത്രി ആയാലും ആദ്യം ചെയ്യേണ്ട കാര്യം ആ വിശ്വാസികളുടെ പാവം നിരപരാധികളായ അയ്യപ്പന്മാരെ പിണറായി എടുത്ത കേസുകൾ മുഴുവനും റദ്ദാക്കണം. മുഴുവൻ പേരും. അതിനകത്ത് ആരെല്ലാം ഉണ്ട്, എത്ര പേരുണ്ടോ? അത് 1 ലക്ഷം പേരുണ്ടോ, 2 ലക്ഷം പേരുണ്ടോ? അവിടെയാണ് നിങ്ങളുടെ മിടുക്കിയിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്ന ജനം. ഈ വിശ്വാസികളെല്ലാം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറും അവിടെ ഇതിന് പോയിരുന്നു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഇതിന് പോയിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു സ്മരണ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി ആദ്യത്തെ നിങ്ങളെ തീരുമാനം ഈ വിശ്വാസികളായ അയ്യപ്പന് വേണ്ടി നിലകൊണ്ട് അവർക്കൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ എല്ലാവരുടെയും കേസുകൾ എഴുതിത്തള്ളണം. അതാണ് നിങ്ങളുടെ മര്യാദ, അതാണ് നിങ്ങളുടെ മാന്യത. അത് അവിടെയാണ് നിങ്ങളുടെ ആ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇരിക്കുന്നത്. അപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ വിശ്വാസികളുടെ കൂടാണ്.